ഇന്ന് ലീഡേഴ്സ് മോർണിംഗിൽ നമുക്കിപ്പോൾ അതിഥി എത്തിയിരിക്കുന്നത് KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം അദ്ദേഹത്തെ ഹലോ മലയാളത്തിലേക്ക്. അലോഷ്യസ്, ഗുഡ് മോർണിംഗ്, സ്വാഗതം ഹലോ മലയാളത്തിലേക്ക്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അലോഷ്യസ്, ഇപ്പോൾ ഒരു സർവകലാശാല കലാപഭൂമിയായി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കലാപഭൂമി എന്ന് പറഞ്ഞാൽ ഒരു തെരുവ് യുദ്ധമാണ്. 2 രജിസ്ട്രാർമാരുണ്ട്. ഇതിൽ ആരാണ് ഔദ്യോഗികമെന്നറിയില്ല. ഒരാളെ കയറാൻ അനുവദിക്കില്ലെന്ന് വൈസ് ചാൻസലർ പറയുന്നു. എന്നാൽ താനാണ് ഔദ്യോഗികം, താൻ കയറുമെന്ന് രജിസ്ട്രാർ പറയുന്നു. കലഹമാണ്, പ്രതിഷേധമാണ്, പ്രക്ഷോഭമാണ്. പക്ഷേ ഇതിനൊക്കെ ഇടയിൽ പെട്ടിരിക്കുന്നത് ഒട്ടനവധി വിദ്യാർത്ഥികളുടെ ഭാവിയാണ്. എന്താണ് അലോഷ്യസ് ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? അത് തീർച്ചയായിട്ടും, കാരണം കേരള സർവകലാശാലയിൽ കഴിഞ്ഞ 2-3 ദിവസക്കാലമായി നടക്കുന്ന വിഷയങ്ങൾ നമ്മളെല്ലാം സംബന്ധിച്ച് വലിയ രീതിയിലേക്ക് പ്രയാസത്തിലാക്കുകയാണ്. കാരണം ഇവിടെ യഥാർത്ഥത്തിൽ ഗവൺമെൻറ് പോര് അതിൻ്റെ മൂർധന്യാവസ്ഥയിലേക്ക് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടെ ഇരയാക്കപ്പെടുന്നത് ആരാണ്? സാധാരണക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളാണ്. അത് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ സാധാരണപ്പെട്ട കുടുംബങ്ങളിൽ നിന്ന് വരുന്ന, സാധാരണപ്പെട്ട പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന, കുടുംബങ്ങളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികളാണ് ഇവിടെ ഇരയാക്കപ്പെടുന്നത്. ഇവിടെ ഏതു തരത്തിലുള്ള വിഷയങ്ങളുണ്ടായിക്കോട്ടെ, ആ വിഷയങ്ങളിലെല്ലാം പക്വതയോട് കൂടിയിട്ടുള്ള പരിഹാരം കണ്ടെത്തണമെന്ന തരത്തിലേക്കുള്ളൊരു നീക്കം ഇവിടെ വേണ്ടപ്പെട്ട അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. ഗവർണറുടെയോ ഗവൺമെൻറ്റിൻ്റെയോ ഭാഗത്തുനിന്ന് അതിന് ഉള്ള ഇടപെടലുകൾ നടത്തുന്നില്ല. പിന്നെ എന്താണ് ഇവിടെ നമുക്കറിയാം, ഈ സമീപകാലത്ത് ഏറ്റവും മോശപൂർണ്ണമായിട്ടുള്ളൊരവസ്ഥയിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ മേഖല മുന്നോട്ട് പോകുമ്പോൾ ഈ നാട്ടിലെ ചെറുപ്പക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾ ഈ നാട്ടിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തോട് വിശ്വാസമില്ലാതെ മറ്റ് അന്യ സംസ്ഥാനങ്ങളിലേക്കും അല്ലെങ്കിൽ വിദേശ രാജ്യത്തേക്കുമെല്ലാം പലായനം ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കേണ്ടുന്ന ആളുകൾ തന്നെ ഇതിൻ്റെ അന്ധകരായി മാറുന്ന വളരെ ദുരന്തപൂർണ്ണമായിട്ടുള്ള ഒരു അവസ്ഥയാണ് നമുക്ക് മുൻപിൽ കാണുന്നത്. ഇത് വലിയ രീതിയിലേക്ക് പ്രതിഷേധാർഹമാണ്. ഒരു വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ ഞങ്ങളുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം കൂടി ഈ അവസരത്തിൽ രേഖപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അലോഷ്യസ്, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം ഇവിടെ SFIയുമായിട്ടൊരു വലിയ സമരപ്രഖ്യാപനമൊക്കെ നടത്തിയ ആളാണ്. മിഠായി തെരുവിലൂടെ അദ്ദേഹം നടന്ന കാഴ്ചകളൊക്കെ നമ്മുടെ കണ്ണിൽ നിന്നും പോയിട്ടില്ല. തൊട്ട് പിന്നാലെ വന്ന രാജേന്ദ്ര അർലേക്കർ, അദ്ദേഹവും ഇപ്പോൾ ഏതാണ്ട് ഈ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ അതേ പാതയിലാണെന്ന് പറയുകയും ചെയ്യാം. ഈ ഭാരതാംബ വിവാദം അതാണല്ലോ എല്ലാത്തിനും തുടക്കമായത്. ഇന്നലെ വിവിധ യുവജന സംഘടനകൾ സർവകലാശാലയിലേക്ക് മാർച്ച് നടത്തി. ഇതിനു മുൻപ് സർവകലാശാലയിലേക്ക് നമ്മൾ സമീപകാലം ഒന്നും കണ്ടിട്ടില്ലാത്ത വലിയൊരു സമരം SFIയും നടത്തിയിരുന്നു. ഇന്നലെ SFIയുടെ രാജ്ഭവൻ മാർച്ചും ഒക്കെ ഉണ്ടായി. ഇപ്പോൾ നടക്കുന്ന ഈ ഭാരതാംബ വിവാദത്തിൽ എന്താണ് KSUവിന് ഒരു വിശാല കാഴ്ചപ്പാടാണോ? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ KSUവിൻ്റെ നിലപാട് ഞങ്ങൾ സുവ്യക്തമാക്കിയതാണ്. വിദ്യാഭ്യാസ മേഖലയിലെ ആയിക്കൊള്ളട്ടെ, മറ്റ് ഒരു മേഖലകളിലും കാവ്യവൽക്കരണമോ RSS വൽക്കരണമോ നടക്കരുത്, നടത്താൻ പാടില്ല എന്ന അടിയുറച്ച നിലപാട് തന്നെയാണ് KSU എല്ലാ കാലഘട്ടത്തും ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. അത് നമ്മുടെ പാഠ്യപദ്ധതിയിൽ RSSുമായി ബന്ധപ്പെട്ട ആളുകളുടെ, ഗോൾഡ് വർക്കറുടെ അല്ലെങ്കിൽ സവർക്കറുടെ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പാഠ്യപദ്ധതിയിലെല്ലാം ഉൾപ്പെടുത്താനുള്ള ശ്രമങ്ങളെല്ലാം നടത്തിയപ്പോൾ, കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഉൾപ്പെടെ ശ്രമങ്ങൾ നടത്തിയപ്പോൾ അതിനെ നഖശിതാന്തം എതിർത്ത സംഘടനയാണ് KSU. ഒരിക്കലും വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവൽക്കരണമോ RSS വൽക്കരണത്തോടോ 1% പോലും ഞങ്ങൾക്ക് യോജിപ്പില്ല. എന്നാൽ പക്ഷേ ഇവിടെ കേരള യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 2-3 ദിവസങ്ങളായി നടക്കുന്ന വിഷയം എന്താണ്? ഇത് യഥാർത്ഥത്തിൽ വളരെ സുവ്യക്തമായി ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ വ്യക്തമാക്കിയതാണ്. ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് സമരം എന്ന രീതിയിൽ മാത്രമേ ഞങ്ങൾക്ക് ഇതിനെ നോക്കിക്കാണാൻ സാധിക്കത്തുള്ളൂ. ഇല്ലാത്ത അധികാരങ്ങൾ ഉണ്ടെന്ന് സങ്കല്പിച്ച് ചില ആളുകൾ കാട്ടിക്കൂട്ടുന്ന പരിപാടി അതിനെ നിന്ന് കൊടുക്കേണ്ട കാര്യമില്ല എന്നാണ് ഇടതു നേതാക്കൾ ഈ SFIയുടെ സമരത്തെ അനുകൂലിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പ്രതിപക്ഷം പറയുന്നത് രജിസ്ട്രാർക്കെതിരെ സമരം ചെയ്യേണ്ട ഒരു പാർട്ടിയാണോ SFI ഒരു വിദ്യാർത്ഥി പാർട്ടിയല്ലേ? SFI ഗുണ്ടാ പാർട്ടി എന്നുപോലുമാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ വിലയിരുത്തൽ. ഇന്നലെ അതുമായി അങ്ങനത്തെ പ്രതികരണങ്ങളൊക്കെ നമ്മൾ കേട്ടതുമാണ്. ഇതിൽ KSUവിന്റെ ടേക്ക് എന്താണ് അലോഷ്യസ്? വിദ്യാർത്ഥി പ്രസ്ഥാനം ഇടപെടേണ്ട ഒരു വിഷയമല്ല ഇപ്പോൾ കേരള സർവകലാശാലയിലെ രജിസ്ട്രാർ വിഷയം, അങ്ങനെയാണോ? അല്ല, ഞങ്ങൾ വളരെ സുവ്യക്തമായിട്ട് ഞങ്ങൾ പറഞ്ഞിരുന്നല്ലോ. കേരള സർവകലാശാലയിൽ ഇവിടെ ഇപ്പോൾ നിലവിൽ നടക്കുന്ന വിഷയത്തിൻ്റെ തുടക്കത്തെപ്പറ്റി നമ്മൾ സംസാരിക്കൂ. ഈ തുടക്കം എന്ന് പറയുന്നത് നമുക്കറിയാം, കേരള യൂണിവേഴ്സിറ്റിയുടെ സ്ഥാവര ജംഗമ വസ്തുക്കളുടെ കസ്റ്റോഡിയൻ ആയിട്ടുള്ളത് അവിടുത്തെ രജിസ്ട്രാറാണ്. ഈ പറയുന്ന രജിസ്ട്രാർ അവിടെ RSS അനുകൂല ഒരു സംഘടനയ്ക്ക് പരിപാടി നടക്കാൻ അനുമതി നൽകുന്നു. ആ പരിപാടിയിൽ കാവിക്കോടി എന്തിയ ഭാരതാംബയുടെ ചിത്രം വയ്ക്കുന്നു. ഗവർണർ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടേക്ക് കടന്നു വരുന്നു. ഈ
ഉത്തരവ് കൊടുത്ത രജിസ്ട്രാർ തന്നെ അതിൻ്റെ അനുമതി നിഷേധിക്കുന്നു. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇതിന് അനുമതി കൊടുത്ത ആൾ രജിസ്ട്രാർ, ഈ അനുമതി നിഷേധിച്ച ആൾ രജിസ്ട്രാർ. അപ്പോൾ ഇതിൻ്റെ തത്വത്തിൽ പറയുമ്പോൾ ഇതിൻ്റെ പ്രതിക്കൂട്ടിൽ നിർത്തേണ്ടുന്ന ആളെ ശരിക്കും രജിസ്ട്രാറാണ്. പക്ഷേ ഇവിടെ അനാവശ്യമായിട്ടുള്ള രീതിയിലേക്ക് ഒരു വലിയ വിവാദങ്ങളിലേക്ക് ഈ വിഷയങ്ങളെ കൊണ്ടുപോകുന്നു. ഇവിടെ ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവൽക്കരണത്തെ എല്ലാം നമ്മൾ നഖശികാന്തം എതിർക്കുമ്പോഴും ഇവിടെ ഈ ഒരു വിഷയം ക്രിയേറ്റ് ചെയ്ത, അതായത് ഏത് സാഹചര്യത്തിലാണ് ഈ വിഷയങ്ങൾ ഉണ്ടാകുന്നതെന്ന് നമ്മൾ പരിശോധിക്കപ്പെടണം. സർവകലാശാലകളിലെ കാവ്യവൽക്കരണം അല്ലെങ്കിൽ സർവകലാശാലകൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ BJP ഈ ഭരിക്കാൻ RSS ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നു എന്ന വിഷയങ്ങളെ KSU എതിർക്കുന്നുണ്ട്. പക്ഷേ ഈ രജിസ്ട്രാർ വിഷയം അതൊരു ക്രിയേറ്റഡ് ഒരു വിഷയമാണ്, അങ്ങനെയാണ് KSUവിന്റെ നിലപാടല്ലേ? തീർച്ചയായിട്ടും ഞങ്ങളത് തുടക്കം മുതൽ ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ വ്യക്തമാക്കിയിരുന്നല്ലോ. ഞാൻ ചോദിക്കട്ടെ, വിദ്യാഭ്യാസ മേഖലയിൽ നീറുന്ന എത്രയോ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ നിലവിലുണ്ട്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അതിനെപ്പറ്റി ഒരക്ഷരം മിണ്ടാൻ SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന തയ്യാറാകുന്നുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ കഴിഞ്ഞ 2-3 വർഷക്കാലമായി കേരളത്തിലെ 13 സർവകലാശാലകളിൽ 12 സർവകലാശാലകളിൽ സ്ഥിരം വൈസ് ചാൻസലർമാരില്ല. 66 സർക്കാർ കോളേജുകളിൽ 65 കോളേജുകളിലും സ്ഥിരം പ്രിൻസിപ്പൽമാരില്ല. ഇങ്ങനെ എത്രയോ നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ വിദ്യാഭ്യാസ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുമ്പോൾ SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയെ അക്ഷരം മിണ്ടാൻ അവർ തയ്യാറാകുന്നുണ്ട്. എന്തിനേറെ പറയുന്നു, KTU കേരള സാങ്കേതിക സർവകലാശാലയുമായി ബന്ധപ്പെട്ട് 10,000 വിദ്യാർത്ഥികൾ ഇയർബാക്കിന്റെ ഭീഷണിയിൽ നിൽക്കുന്നു. ഒരക്ഷരം മിണ്ടാൻ SFI എന്ന് പറയുന്ന സംഘടന തയ്യാറാകുന്നു. എന്തിനേറെ പറയുന്നു, നമ്മൾ ഇത് ചർച്ച ചെയ്യുമ്പോൾ കീമിന്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ തെരുവിൽ ഇരിക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരികയാണ്. അവിടെ സർക്കാരിന് നിശ്ചിതമായിട്ടുള്ള ഇപ്പം അലോഷ്യസ് പറഞ്ഞ പോലെ 2021 ശേഷം ഇവിടെ ഒരു സ്ഥിരം വൈസ് ചാൻസലർ ഉണ്ടായിട്ടില്ല. ഹൈക്കോടതിയിൽ നിന്ന് പോലും വിമർശനം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിലൊരു യോജിച്ച ഒരു സമരം വേണ്ടി. ഇപ്പോൾ SFI ആണെങ്കിലും ഈ വിഷയത്തിൽ ഒരു സമരമായിട്ട് മുന്നോട്ട് പോകുന്നില്ല. ഇങ്ങനെയുള്ള നല്ല സമരങ്ങൾ കൂടെ വരേണ്ടതല്ലേ? അല്ല, തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ സുവ്യക്തമാക്കിയതാണല്ലോ. വിദ്യാഭ്യാസ മേഖലയിൽ, ഉന്നത വിദ്യാഭ്യാസ മേഖല വലിയ തകർച്ചയിലേക്ക് പോവുകയാണ്. സർക്കാർ ഈ അഡ്ജസ്റ്റ്മെന്റ് സമരം അവസാനിപ്പിക്കണം. ഗവൺമെന്റ് പോര് എന്ന തരത്തിലേക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള ഘട്ടങ്ങളിൽ ഇത്തരത്തിലേക്കുള്ള പൊറാട്ട് നാടകങ്ങൾ അല്ലെങ്കിൽ സമരം സെറ്റിട്ട് തിരക്കഥ എഴുതി രചന നടത്തി SFIനെ കൊണ്ട് ആവിഷ്കാരം നടത്തുന്ന തരത്തിലേക്കുള്ള ഇത്തരമുള്ള സമര പരിപാടികൾ ഇനിയെങ്കിലും അവസാനിപ്പിക്കണം. ഇവിടെ ഇരയാക്കപ്പെടുന്നത് സാധാരണക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളാണെന്ന് ഞങ്ങൾ നിരന്തരം കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുടെ അടുത്ത് ഞങ്ങൾ നിരന്തരം പറയുകയാണ്. ഒരു പ്രശ്നമുണ്ടായി, ആ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്തണ്ടേ? അല്ലാതെ നിരന്തരം ആ പ്രശ്നത്തിന്മേൽ പ്രശ്നങ്ങൾ വർദ്ധിച്ചു വന്ന് ഇവിടെ സാധാരണപ്പെട്ട വിദ്യാർത്ഥികൾ ഇരയാക്കപ്പെടണമെന്നാണോ സർക്കാരിൻ്റെ നയം? ആ നയത്തെ അനുകൂലിക്കുകയല്ലേ SFI ചെയ്യുന്നത്? ഞാൻ ചോദിക്കുന്നത്, SFIക്ക് ഇത്തരം വിഷയങ്ങളിൽ, ഞാൻ കഴിഞ്ഞ 9 വർഷക്കാലമായി SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന ഭരണപക്ഷത്താണല്ലോ. എത്രയോ വിദ്യാർത്ഥി വിരുദ്ധമായിട്ടുള്ള വിഷയങ്ങളുമായിട്ട്, നിലപാടുകളുമായിട്ട്, നടപടികളുമായിട്ട് ഈ സർക്കാർ മുന്നോട്ട് പോയി. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ SFIക്ക് അവരുടെ തൂവളക്കൊടി എടുത്തുകൊണ്ട് സമരത്തിലേക്ക് ഇറങ്ങി വരാൻ അവർ തയ്യാറായിട്ടുണ്ടോ? ഇത് സർക്കാർ പ്രതിരോധത്തിലാകുമ്പോൾ അവരുടെ രക്ഷാദൗത്യം ഏറ്റെടുത്തുകൊണ്ട് അല്ലെങ്കിൽ രക്ഷാദൗത്യം ഏറ്റെടുക്കുന്ന സംഘടനയായി മാത്രം SFI അധപതിച്ചിരിക്കുകയാണ്. പര്യവസാനം ഉണ്ടായേ തീരുകയുള്ളൂ. കൊണ്ടും കൊടുത്തും ഇങ്ങനെ സമരം മുന്നോട്ട് പോയാൽ ഈ പറഞ്ഞതുപോലെ ഇതിൽ അകപ്പെട്ടു പോകുന്ന പാവപ്പെട്ട കുറച്ച് അനവധി വിദ്യാർത്ഥികളാണ്, അവരുടെ ഭാവിയാണ്. അപ്പോൾ ഈ വിഷയം എങ്ങനെയെങ്കിലും പരിഹരിക്കപ്പെടട്ടെ. നമ്മൾക്ക് ഈ കീം പരീക്ഷാ ഫലവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ അലോഷ്യസ്, ഇപ്പോൾ ഈ വിദ്യാർത്ഥികളെ സഹായിക്കാൻ ഒരു ശ്രമം നടത്തി, അത് നല്ല ഉദ്ദേശത്തിൽ ചെയ്തതാണ്. പക്ഷേ കോടതി വിധി അംഗീകരിക്കുന്നു. ഇങ്ങനെയായിരുന്നു കഴിഞ്ഞ ദിവസം ഡിവിഷൻ ബെഞ്ച് കൂടി ഹർജി തള്ളിയതിന് പിന്നാലെയുള്ള ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം. ഇപ്പം അല്പസമയത്തിനകം തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു പ്രതികരണം കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നുമുണ്ട്. 2011 മുതൽ ഈ പിഴവ് ബോധ്യപ്പെട്ടിരുന്നു എന്നാണ് സർക്കാർ പറയുന്നത്. പക്ഷേ അങ്ങനെ 2011 മുതൽ ഈ ഒരു പിഴവ് ബോധ്യപ്പെട്ടെങ്കിൽ എന്തിനാകും ഈ 2 മാസം വിദ്യാർത്ഥികളെ ഇങ്ങനെ മുൾമുനയിൽ നിർത്തിയത്? ഈ പിഴവൊക്കെ നേരത്തെ തന്നെ പരിഹരിക്കാമായിരുന്നില്ലേ? അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. കെട്ടഴിഞ്ഞൊരു വകുപ്പായി കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മാറുകയാണ്. അത് വിവേകശൂന്യരായിട്ടുള്ള, ബുദ്ധിശൂന്യരായിട്ടുള്ള, തലയ്ക്ക് സ്ഥിരതയില്ലാത്ത കുറേ ആളുകളാണ് ഇന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ തലപ്പത്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ വലിയ അങ്ങേയറ്റം അപമാനവും ആശങ്കയുമാണ് ഞങ്ങളുടെ എല്ലാം മുൻപിലുള്ളത്. കാരണം ഞാൻ ചോദിക്കട്ടെ, ഈ കീമിൻ്റെ പ്രോസ്പെക്ടസ് കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ ഇറങ്ങിയതാണ്. മാർച്ച് മാസം വരെ വിദ്യാർത്ഥികൾക്ക് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസരമുണ്ടായിരുന്നു. ഏപ്രിൽ മാസത്തിൽ പരീക്ഷ നടക്കുന്നു.
അതിനുശേഷം റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിൻ്റെ ഒരു ദിവസം മുൻപ് പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്തുക എന്ന് പറയുമ്പോൾ ഇവരൊക്കെ എവിടെ നിന്നാണ്, എന്ത് ബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ എന്ത് ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്? ഇവർക്ക് പന്താടാൻ വേണ്ടിയിട്ടുള്ളതാണോ കേരളത്തിലെ വിദ്യാർത്ഥികൾ, സാധാരണപ്പെട്ട കുടുംബങ്ങളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾ? ഈ കാര്യത്തിൽ ഞങ്ങൾ സംശയിക്കുന്നത് അന്യ സംസ്ഥാന വിദ്യാഭ്യാസ ലോബിയുമായിട്ടുള്ള ഈ സർക്കാർ ഡീൽ ഉറപ്പിച്ചിട്ടുണ്ടോ എന്ന് പോലും ഞങ്ങൾക്ക് സംശയിക്കേണ്ടി വരുന്നു. കാരണം വിദ്യാർത്ഥികളുടെ വിഷയത്തിൽ വളരെ ഗൗരവകരമായി കാണേണ്ട വിഷയത്തിൽ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ എഴുതിയ ഒരു പരീക്ഷയിൽ ഇത്ര ലാഘവത്തോടുകൂടി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ അവർക്ക് ഈ വകുപ്പിനെ പറ്റി ഒരു ചുക്കും അറിയത്തില്ല, അല്ലെങ്കിൽ ഇവർക്ക് ഈ വകുപ്പിൽ എന്ത് നടന്നു കഴിഞ്ഞാലും ഒരു വിഷയമില്ല. ഇതെല്ലാം സാധാരണപ്പെട്ട വിദ്യാർത്ഥികളാണ്, പറ്റില്ലാത്ത ആളുകൾ അന്യ സംസ്ഥാനത്തേക്ക് അല്ലെങ്കിൽ വിദേശത്തേക്ക് പൊക്കോട്ടെ എന്നുള്ളവരുടെ നയമാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഏകദേശം ഹയർ സെക്കൻഡറി പൂർത്തിയാക്കുന്ന 42% വിദ്യാർത്ഥികൾ, ഈ നാട്ടിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന 42% വിദ്യാർത്ഥികൾ അന്യ സംസ്ഥാനത്തേക്ക് അല്ലെങ്കിൽ വിദേശത്തേക്ക് മറ്റ് ഉപരിപഠനത്തിനായിട്ട് പോവുകയാണ്. ആ വിദ്യാർത്ഥികളൊക്കെ പൊക്കോട്ടെ എന്നാണോ ഈ സർക്കാരിൻ്റെ നയം? ഇവിടെ വലിയ തോതിലുള്ള ബ്രെയിൻ ഡ്രെയിൻ സംഭവിക്കുകയാണ്. അതങ്ങനെ സംഭവിച്ചോട്ടെ എന്നാണോ സർക്കാരിൻ്റെ നയം? അത് തിരുത്തപ്പെടണം. അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ, ശക്തമായിട്ടുള്ള സമരങ്ങൾ KSU എന്ന വിദ്യാർത്ഥി സംഘടനയുടെ ഭാഗത്തുനിന്നുണ്ടാകും. ഞങ്ങൾ ഈ തിങ്കളാഴ്ച വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് ഞങ്ങൾ മാർച്ച് സംഘടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ സമര പരമ്പരകൾക്ക് തുടക്കം കുറിക്കുകയാണ്. ജില്ലാ കേന്ദ്രങ്ങളിൽ മന്ത്രിയെ നിരന്തരം തെരുവിൽ തടഞ്ഞുകൊണ്ട്, കാരണം ഈ വിഷയത്തിൽ ഒരു പരിഹാരം കണ്ടെത്തണം. ആരോഗ്യ വകുപ്പിനെ പോലെ ഏറ്റവും അധപ്പതിച്ച ഒരു വകുപ്പായി വിദ്യാഭ്യാസ വകുപ്പ് മാറുകയാണ്. നാളുകളിൽ ഈ രാജ്യത്തിൻ്റെ ശോഭനമായ ഭാവിയിലേക്ക് വളർന്നു വരേണ്ട വിദ്യാർത്ഥികളെ കുരുതി കൊടുക്കുകയാണ് ഈ സർക്കാർ. സർക്കാരിന് മുൻപിൽ അതുകൊണ്ട് മുട്ടുമടക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങൾ കഴിഞ്ഞ 14 വർഷമായി സ്വീകരിച്ചു വരുന്ന ഫോർമുല അത് കേരള സിലബസ് വിദ്യാർത്ഥികളെ വല്ലാതെ ബാധിച്ചു. അവരെ സംബന്ധിച്ച് അതൊരു അനീതിയായിരുന്നു. അങ്ങനെയാണ് ഈ ഫോർമുല, അതായത് 5:3:2 എന്ന ഫോർമുല അഡോപ്റ്റ് ചെയ്തത്. പക്ഷേ അതിൽ നിന്ന് കോടതിയിൽ തിരിച്ചടി കിട്ടി, പുതിയ റാങ്ക് ലിസ്റ്റും പ്രഖ്യാപിച്ചു. ഇപ്പോൾ ഈ KSUവിൻ്റെ ടേക്ക് എന്താണ് അലോഷ്യസ്? ഈ വിഷയം പരിഹരിക്കപ്പെടണ്ടേ, അതോ കേരള സിലബസുകാർ മുൻപ് നേരിട്ടിരുന്ന അനീതി ഇനിയും നേരിടണമെന്നാണോ? അല്ല, ഈ വിഷയം തീർച്ചയായിട്ടും പരിഹരിക്കപ്പെടണം. ഞാൻ പറഞ്ഞു വയ്ക്കുന്നത്, ഇതിന് സമയമുണ്ടല്ലോ, ഒരു സമയക്രമം എന്ന് പറയുന്നുണ്ടല്ലോ. ഇതെൻ്റെ മുഹൂർത്തത്തിലാണോ അല്ലെങ്കിൽ ഒരു ഓട്ട മത്സരം തുടങ്ങിയതിന് ശേഷം അതിൻ്റെ നിയമാവലികൾ മാറ്റുന്നു എന്ന് പറയുന്നത് പോലെ ഇത് ഈ മുഹൂർത്തത്തിൽ കൊണ്ടുവന്നാണോ ഈ സർക്കാർ ചെയ്യേണ്ടത്? അപ്പം ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ഒരു 8 മാസക്കാലമായിട്ട് എന്തായിരുന്നു ഈ സർക്കാരിൻ്റെ പണി, അല്ലെങ്കിൽ എന്തായിരുന്നു ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ പണി? അപ്പോൾ നമ്മൾ പരസ്പരം പഴിചാരിക്കൊണ്ടോ പരസ്പരം ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടോ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. ഇത് ഇത്രയേറെ വർഷങ്ങളായിട്ട് ഇവിടെ പ്രതിസന്ധി ഉണ്ട് എന്ന് പറയുന്നു. ഈ സർക്കാരിന് ഈ ഹൈക്കോടതി വിമർശനം ഉണ്ടായ ഘട്ടത്തിലാണോ അതിനെപ്പറ്റി ആശങ്കാകുലരാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത്? അല്ലല്ലോ. അങ്ങയുടെ വാക്കുകൾ വ്യക്തമാണ്. കാരണം പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ 2011 തൊട്ട് ഈ ഒരു പിഴവ് ബോധ്യപ്പെട്ടിരുന്നെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് അല്ല ഇത് ചെയ്യേണ്ടത്, നേരത്തെ തന്നെ ഇതിലൊരു നിലപാട് എടുക്കേണ്ടതുമായിരുന്നു. അത് വ്യക്തമാണ്. അലോഷ്യസ്, ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം നമുക്ക്. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഇന്നലത്തെ ഈ SFIയുടെ രാജ്ഭവൻ മാർച്ച് അങ്ങയും കണ്ടു കാണുമായിരിക്കും. അതിൽ ഈ SFIയുടെ സംസ്ഥാന അധ്യക്ഷൻ ഉയർത്തിപ്പിടിച്ച ഒരു ബാനർ ഉണ്ടായിരുന്നു. ഈ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, അദ്ദേഹം ഭാരതാംബ ചിത്രത്തിൽ വിളക്ക് വയ്ക്കുന്ന ഒരു ചിത്രം. ഇങ്ങനെയാകാൻ ഞങ്ങളെ കൊണ്ട് ഒരിക്കലും സാധിക്കില്ല എന്നായിരുന്നു SFIയുടെ പ്രഖ്യാപനം. അതിനെന്തെങ്കിലും മറുപടി ഉണ്ടോ? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന പിണറായി വിജയൻ ആദ്യമായി നിയമസഭയിലേക്ക് വരുമ്പോൾ ഈ സംഘപരിവാറിൻ്റെ വോട്ട് മേടിച്ചുകൊണ്ടാണ് നിയമസഭയിലേക്ക് വരുന്നത്. ഒരു മാസക്കാലം മുമ്പ് നടന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്തിൽ ഞങ്ങൾ RSSുമായി സന്ധി ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞത് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. അതേപോലെ തന്നെ ഈ BJPയുടെ സമ്മതിതനായിട്ടുള്ള നേതാവ് PP മുകുന്ദൻ്റെ മുൻപിൽ തല കുനിച്ചുകൊണ്ട് ആശീർവാദം അല്ലെങ്കിൽ പുഷ്പാർച്ചന നടത്തുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഇവിടെ ഈ മോഹൻ കുന്നുമൽ എന്ന് പറയുന്ന കേരള യൂണിവേഴ്സിറ്റിയുടെ ചുമതല നൽകിയിരിക്കുന്ന വൈസ് ചാൻസലർ RSSകാരൻ ഇവർ പറയുന്ന ആളുകളെ ആരോഗ്യ സർവകലാശാലയുടെ വൈസ് ചാൻസലറായി നിയമിക്കുമ്പോൾ ഇദ്ദേഹം ഒരു RSSകാരനായിരുന്നു എന്നൊരു ബോധ്യം ഇവർക്കില്ലേ? അങ്ങനെ ഇവർ എല്ലാ കാലഘട്ടത്തും സംഘപരിവാറിനോട് ഇവർ അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയത്തിലൂടെ കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. അവർ 2 തവണ അധികാരം പൂർത്തിയാക്കി 3-ാം തവണയും എങ്ങനെയെങ്കിലും സംഘപരിവാറിൻ്റെ പ്രീതി പിടിച്ചുപറ്റി, അവരുടെ ആനുകൂല്യം പിടിച്ചുപറ്റി എല്ലാ സീറ്റുകളിലേക്കും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയത്തോടു കൂടി വീണ്ടും അധികാരത്തിൽ തുടരാൻ വേണ്ടിയിട്ടുള്ള ഇവരുടെ BJPയുടെയും അതേപോലെ തന്നെ CPMൻ്റെയും നാടകങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ള ഇത്തരത്തിലുള്ള വില കുറഞ്ഞ ആരോപണങ്ങൾക്കൊന്നും മറുപടി പറയേണ്ടതില്ല എന്നാണ് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ അലോഷ്യസ്, വളരെയധികം നന്ദി. നമുക്കൊപ്പം ചേർന്നതിന് അങ്ങേക്ക് നല്ലൊരു ദിവസം കൂടി ആശംസിക്കുകയാണ്.